മതിലകം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും പ്രദേശവാസികളും വാട്ടർ അതോറിറ്റിക്ക് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് മാസങ്ങളായി കുടിവെള്ള വിതരണം താറുമാറായ അവസ്ഥയിലാണ്. വാട്ടർ അതോറിറ്റിയുടെ കാലഹരണപ്പെട്ട പൈപ്പുകൾ പൊട്ടിയും ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടുന്നത് മൂലവും ജനങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഇതിനിടെ കിഫ്ബി പദ്ധതി പ്രകാരം കാലഹരണപ്പെട്ട പൈപ്പുകൾക്ക് പകരം പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി തുടർച്ചയായി 10 ദിവസം കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് അറിയിച്ചതോടെയാണ് നാട്ടുകാർ രംഗത്ത് വന്നത്. 20 ദിവസത്തോളം മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നുവെന്നും 2 ദിവസം കുടിവെള്ളം എത്തിച്ചതിന് ശേഷം പമ്പിംഗ് നിർത്തിവെച്ചാൽ മതിയെന്നുമായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. കനോലി കനാലിന്റെ തീരമേഖല എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളമുള്ള മേഖലയാണ്. അവിടെ ഈ കുടിവെള്ളം എത്തിയാൽ തന്നെ ആളുകൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം കുടിവെള്ളം എത്തുക എന്നുള്ളതാണ്. വാട്ടർ അതോറിറ്റി ഒരു പരിശോധനയും കൃത്യമായിട്ട് നടത്തുന്നില്ല. ഈ വെള്ളം 6 ദിവസം കൂടുമ്പോൾ വിടുന്നത് മാത്രമല്ല, പല സ്ഥലത്തും പൈപ്പ് പൊട്ടിയിട്ടും ആ പൊട്ടിയ പൈപ്പ് കൃത്യമായിട്ട് എന്താണ് പൊട്ടല്, എവിടെയാണ് വെള്ളം പോകുന്നതെന്ന് പരിശോധിക്കാനോ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. സംഭവം അറിഞ്ഞ് മതിലകം പോലീസ് സ്ഥലത്തെത്തി സമരക്കാരും വാട്ടർ അതോറിറ്റി എഞ്ചിനീയറുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. പമ്പിയുടെ സമയത്ത് വന്ന് നോക്കാന്ന് പറയും. പമ്പ് ചെയ്യൽ എപ്പോഴും രാത്രിയാണ്. രാത്രി പമ്പിൽ നേരം വിളിച്ച് വീണ്ടും പൊട്ടിയെന്ന് പറഞ്ഞിട്ട് അടയ്ക്കും. ഇപ്പോൾ വീട്ടുകളിൽ വന്ന് നോക്കാൻ പറ്റുന്നില്ല. റോഡിന്റെ അപ്പുറത്ത് വെള്ളം കിട്ടുന്നത്, റോഡിന്റെ ഇപ്പുറത്ത് നമ്മുടെ വാർഡിൽ വെള്ളം കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് നല്ല രീതിയിലുള്ള പരാതിയാണ് വരുന്നത്. അതുപോലെ 1-2 സ്ഥലത്ത് മാത്രം വെള്ളം എത്തും. ബാക്കി ഇങ്ങനെ കുറച്ച് ജനങ്ങൾ തിങ്ങി പാർക്കുന്നൊരു കോളനി ഉണ്ട് എൻ്റെ വാർഡിൽ. അവിടെ ഉള്ള ആളുകൾക്ക് ഇതുവരെ വെള്ളം കിട്ടാണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം താങ്കലിൽ അടിച്ചു കൊടുത്തു. പക്ഷേ ഈ ചെറിയ വഴികളൊന്നും ഒരുക്കി, അതായത് പ്രായമായ ആൾക്കാർക്കൊന്നും വെള്ളം കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് മേഖലയിൽ കുടിവെള്ളം കിട്ടാത്തവർക്ക് ടാങ്കറിലൂടെ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുമെന്നും വാഹനങ്ങൾ കടന്നു ചെല്ലാത്ത ഇടങ്ങളിൽ മറ്റ് മാർഗങ്ങൾ സ്വീകരിച്ച് വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും എഞ്ചിനീയർ സമരക്കാർക്ക് ഉറപ്പു നൽകി. മഴക്കാലത്തിന് മുമ്പ് പൈപ്പുകൾ സ്ഥാപിക്കുന്ന പണികൾ പൂർത്തീകരിക്കേണ്ടതുണ്ടെന്ന് വാട്ടർ അതോറിറ്റി സമരക്കാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സുനിൽ പി മേനോൻ സമരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ RM ജലീൽ, നസീമ നൌഫൽ, ബീന റഹീം, പ്രദേശവാസികളായ റീന സഹദേവൻ, രാജലക്ഷ്മി കിനാരി, പ്രതിഭ ബിജു, ഓമന പാലപ്പറമ്പിൽ, പൊതുപ്രവർത്തകരായ അഖിൽ പി മേനോൻ, മുജീബ് കാട്ടുപറമ്പിൽ, ഷറഫു മഠത്തിൽ, ക്ഷമിതൻ NMM, ജോഷി വടക്കഞ്ചേരി എന്നിവർ സംസാരിച്ചു.